മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന പടയപ്പ മറയൂർ മേഖലയിലും ഭീതി പരത്തുന്നു. മറയൂർ പാമ്പൻമലയിൽ 2 വീടുകളുടെ മേൽക്കൂര പടയപ്പ തകർത്തു. ആനയുടെ ആക്രമണത്തിൽ നിന്നും കുടുംബങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീടുകൾക്ക് മുമ്പിൽ ഏറെ സമയം തമ്പടിച്ച ശേഷമാണ് പടയപ്പ പിൻവാങ്ങിയത്. മൂന്നാറിലെ തോട്ടമേഖലയിൽ സ്വൈര്യവിഹാരം നടത്തിയിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ 2 ആഴ്ചയായി മറയൂരിന് സമീപമാണിപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. പാമ്പൻമല, കാപ്പി സ്റ്റോർ, ചട്ടമൂന്നാർ, ലക്കം, ന്യൂ ഡിവിഷൻ, തലയാർ, കടുകുമുടി എന്നീ പ്രദേശങ്ങളിലൂടെ ആന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പാമ്പൻമലയിൽ ഇറങ്ങിയ പടയപ്പ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രദേശവാസിയായ സിംഗാരത്തിന്റെ വീടിന്റെ മേൽക്കൂര പടയപ്പ തകർത്തു. വീടിന്റെ ജനാലകളും വാതിലും തകർത്ത് ആന പരാക്രമം നടത്തിയതോടെ വീട്ടിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. നടക്കാൻ ബുദ്ധിമുട്ടുള്ള സിംഗാരം ഭയപ്പാടോടെ വീട്ടിൽ കഴിഞ്ഞുകൂടി. 5 பேர் இருந்தோம். 5 பேர் இருந்து நான் அந்த பெட்டியில் இருந்துடலாம். அந்த பெட்டியில் தவிர வேறு எங்கேயும் நான் எந்திக்கல. வேறு மறுபடியும் சோத்து பானியை வந்து தட்டை தட்டிச்சு அந்த தட்டில் வந்து அப்படின்ட்டு நான் வீட்டுக்குள்ள ஓடிட்டேன். இந்த தும்பிக்கை அங்கே வந்து அவுத்தோம். அதுக்கு பிறகு பிள்ளையெல்லாம் ஓடிச்சு. நான் மட்டும்தான் வீட்டுக்குள்ளே இருந்தேன். இந்த பிள்ளையில 5 பேர் 5 பேரும் 4 பேரும் பையன் பேர 4 பேருமே அங்கிட்டு போயிட்டாங்க. அங்கே அப்படி கூட்டி இப்போ யானை அங்கே நிற்கிறதாலும் அங்கிட்டு போயிட்டாங்க அடுத்த வீட்டுக்கு. வந்துட்டு அந்த பைப்பை உடைச்சிட்டு வீடெல்லாம் ஓடெல்லாம் எடுத்து கீழே போட்டுருச்சு. இது ஃபாரஸ்ட்டுன்னு சொல்லி ஃபாரஸ்ட்டு ஒரு இது ஆள் வரல ஒன்றும் வரல. அவங்க கேட்டால் ஆள் இல்லை வரம்ட்டு வரவே இல்லை. நைட்டு ஃபுல்லாக பிள்ளைகள் குட்டியெல்லாம் வச்சுட்டு ரொம்ப കഷ്ടം. ഇപ്പോൾ வந்து 10-15 നാளைക്ക് മേലെ ആச்சு. ഈ വീടിന് സമീപത്തുള്ള രാജിയുടെ വീടിന്റെ മേൽക്കൂരയും കാട്ടുകൊമ്പൻ നാശം വരുത്തി. ആന വീടിന് നേരെ പരാക്രമം നടത്തിയ സമയം വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. ഇവർ ഏറെ ഭീതിയോടെയാണ് ഈ സമയം വീട്ടിൽ കഴിഞ്ഞുകൂടിയത്. പടയപ്പ മറയൂർ മേഖലയിൽ സ്ഥിരമായി തമ്പടിക്കുന്ന സ്ഥിതിയുണ്ടായാൽ അത് പ്രദേശത്തെ കർഷകരെ പ്രതികൂലമായി ബാധിക്കും. കഴിഞ്ഞ ദിവസം മറയൂർ പഞ്ചായത്തിലെ പള്ളനാട്ടിലെ കൃഷിസ്ഥലങ്ങളിൽ എത്തി ആന നാശനഷ്ടം വരുത്തി. തോട്ടം മേഖല മറികടന്ന് ആന തെങ്ങ്, പച്ചക്കറി, കരിമ്പ് ഉൾപ്പെടെ കൃഷി ചെയ്യുന്ന മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് കർഷകർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. ആനയെ ജനവാസ മേഖലയിൽ നിന്നും തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ വനംവകുപ്പിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.